ഇന്നത്തെ മുഖ്യ അതിഥിയും ഇൻഫർമേഷൻ കമ്മീഷണറുമായിട്ടുള്ള ഡോക്ടർ എ അബ്ദുൽ ഹക്കീം, അതുപോലെ ഇൻഫർമേഷൻ കമ്മീഷണറായിട്ടുള്ള അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ, CH ചെയറിൻ്റെ ഡയറക്ടർ ഫാദർ പാലാഴി, FP മുഹമ്മദ് അഫ്സൽ, ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള സദസ്സിലിരിക്കുന്ന സുഹൃത്തുക്കളെ, മാധ്യമ പ്രവർത്തകരെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് എന്തുകൊണ്ടും ഒരു നല്ല ദിവസമാണ്. രാജ്യത്താകമാനം എല്ലാവർക്കും അറിയാവുന്ന പോലെ ഭരണഘടന നിലവിൽ വന്നിട്ട് 75 വർഷം പൂർത്തീകരിക്കുന്ന ഒരു ദിനമാണെന്ന്. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് സർവകലാശാലയുടെ ജീവനക്കാരെല്ലാവരും ഒന്നിച്ച് ഒരു സത്യപ്രതിജ്ഞയൊക്കെ എടുത്തിട്ടുള്ള ഒരു സമയം കൂടിയാണ്. അപ്പം എന്തുകൊണ്ടും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2005 പാസ്സാക്കപ്പെട്ടിട്ടുള്ള ഒരു നിയമമാണ് നമ്മുടെ ഈ വിവരാവകാശവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ന് നാം കാണുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെയുള്ള ഒരു മൂലകാരണം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഭരണനിർവഹണം അല്ലെങ്കിൽ നമ്മൾ പൊതുവായി പറയുന്ന ഗവേണൻസിന് അതിൻ്റെ ഒരു പില്ലറുകൾ എടുത്തു നോക്കിയാൽ, അതിൻ്റെ തൂണുകൾ എടുത്തു നോക്കിയാൽ ഒരു 3-4 പ്രധാനപ്പെട്ട പില്ലറുകൾ കാണാൻ പറ്റും. അതൊന്ന് അതിൻ്റെ സുതാര്യതയാണ്, ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നിരന്തരം നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങൾ അനുസൃതമായിട്ട് അത് നടത്തപ്പെടുക, അതിൻ്റെ നിർവഹണം നടത്തപ്പെടുക എന്നുള്ളതാണ് റൂൾ ഓഫ് ലോ. പിന്നെ അതിൻ്റെ ഒരു ഫെയർനെസ്, എല്ലാവർക്കും ഒരു തുല്യനീതി കിട്ടുന്ന തരത്തിലുള്ള ഭരണ നിർവഹണം നടത്തുക എന്നുള്ളതും അതിൽ പ്രധാനപ്പെട്ട. അതിൽ 4ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടെ കൂടുതലായും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അതിൻ്റെ അക്കൗണ്ടബിലിറ്റിയാണ്. ഈ ഭരണനിർവഹണത്തിൽ കാര്യങ്ങൾ ചെയ്തെടുക്കുന്ന ആളുകൾ, അത് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ആൻസറബിൾ ആകുക എന്നുള്ളതാണ്, ഉത്തരം പറയണം. അപ്പോൾ വൈ, ഹൗ, വെൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിവരാവകാശങ്ങളിൽ നമ്മൾ ചോദിക്കുന്നതൊക്കെ അങ്ങനത്തെ ചോദ്യങ്ങളാണ്. എപ്പോൾ, എങ്ങനെ, എന്തുകൊണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അതിനാണ് ഈ വിവിധ തട്ടുകളിലായി ഇതിൻ്റെ ഇൻഫർമേഷൻ ഓഫീസർമാരെ ഇവിടെ നിന്നും വിവരങ്ങളെല്ലാം ഇതിലെ ആവശ്യക്കാർക്ക് നൽകി കൊടുക്കുക. അപ്പോൾ അതിലൂടെ നിർവഹിക്കപ്പെടുന്നത് ഈ 4 ട്രാൻസ്പെറൻസി, ഫെയർനെസ്, റൂൾ ഓഫ് ലോ, അതുപോലെ അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതാണ് ജനാധിപത്യത്തിൻ്റെ കാതലായിട്ടുള്ള ഒന്ന്. ഇനി വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു താല്പര്യമുള്ള ഒരു വിഷയം കൂടിയാണ്. കാരണം ഞാൻ ഒരു അധ്യാപകനായിരിക്കുമ്പോൾ ഈ വിഷയങ്ങൾ തന്നെയാണ് ഒരു അർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ കൈകാര്യം ചെയ്തിരുന്നത്. അതിൻ്റെ ബുക്കുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ 2-3 ബുക്കുകൾ ഇന്ന് മറ്റുള്ള സർവകലാശാലയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് എഴുതപ്പെട്ടിട്ടുള്ളൊരു ബുക്ക്. അതിൻ്റെ ഒരു കേസ് ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ അത്ഭുതകരമായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ അതിൽ നോക്കി കാണേണ്ടി വന്നിട്ടുണ്ട്. ഈ 2003 സംഭവം നടക്കുന്നത് ഇന്ത്യയിൽ. 2003 IIT ഖരഗ്പൂരിൽ, അത് ഒരുപക്ഷെ സാറിനൊക്കെ ഒരുപക്ഷെ അത് അറിയുന്ന ഒന്നായിരിക്കും. 2003 ഒരു മിടുക്കനായ വിദ്യാർത്ഥി IIT ഖരഗ്പൂരിൽ നിന്നും, ബീഹാറിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും ദരിദ്രനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി, സത്യേന്ദ്ര ദുബെ എന്നാണ് അയാളുടെ പേര്, കുറേ മക്കളുള്ള ഒരു വീട്ടിൽ നിന്നും IIT-യിലേക്ക് എൻട്രി കിട്ടുക എന്ന് പറയുമ്പോൾ JEE ഒക്കെ എഴുതണം. അത് അത്രത്തോളം ദുർഘടമായിട്ടുള്ള ഒരു പരീക്ഷ, ഏറ്റവും പ്രയാസമുള്ള ഒരു പഠനമാണ് IIT-യിലേക്കുള്ള ഒരു രംഗപ്രവേശം എന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റവും ദരിദ്രനായിട്ടുള്ള ആ കുട്ടിയെ IIT-യിൽ വരെ എത്തിച്ച മാതാപിതാക്കൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ കുട്ടിയെ പഠിപ്പിച്ചിരുന്നത്. ആ വിദ്യാർത്ഥി അങ്ങനെ IIT പൂർത്തിയാവുകയും ലോകത്തിലുള്ള മികച്ച
കമ്പനികൾ അദ്ദേഹത്തെ റിക്രൂട്ട് ചെയ്യാൻ വരികയൊക്കെ ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ രാജ്യത്തെ സേവിക്കുകയാണ് എനിക്ക് പ്രധാനം, അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള ജോലികളൊന്നും തന്നെ സ്വീകരിക്കില്ല. അങ്ങനെയാണ് 2003-ന് മുമ്പാണ് അദ്ദേഹം ഇന്ത്യയിലുള്ള ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ പ്രോജക്റ്റ്, നമ്മൾ എന്താ പറയുക, അതിനൊരു ഈ വാജ്പേയി ഗവൺമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു അത്. രാജ്യത്തെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് നിർമ്മാണ പദ്ധതി. AI ഇപ്പൊ നമ്മളിപ്പോ ഇതിലൂടെയൊക്കെ കാണുന്ന റോഡ് നിർമ്മാണം അവരും തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിൽ ജോലി എടുക്കുകയും അങ്ങനെയാണ് ഈ കുട്ടി അന്ന് അവിടെ നടക്കുന്ന അഴിമതി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ വിദ്യാർത്ഥിയായിട്ട് ജോലി കിട്ടിയ ആള് അന്നത്തെ വാജ്പേയി ഗവൺമെന്റിന് എഴുതുന്നു, ഇങ്ങനെയുള്ള അഴിമതി നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത് നമ്മൾ സാധാരണഗതിയിൽ കിട്ടുന്ന ഒരു കത്ത് പോലെ അത് പുട്ടപ്പ് ചെയ്തു. സാധാരണഗതിയിൽ ഇത് ഒരു ക്ലർക്കിന്റെ അടുത്ത് എത്തും, ആ ക്ലർക്ക് ഇത് ഫയൽ ആക്കുന്നു. ഇങ്ങനെ എഴുതിയിട്ടുള്ള അഴിമതിയുടെ ഒരു ആരോപണം അത് നടത്തിയ കൈകളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സത്യേന്ദ്ര ദുബെ ഈ അഴിമതി നടത്തിയ ആളുകൾ നോട്ടമിടുകയും അദ്ദേഹം ഒരു വിവാഹത്തിൽ നിന്ന് മടങ്ങുമ്പോൾ വാരാണസിയിൽ വെച്ച് കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ തീവ്രമായ നന്നായി വിവരാവകാശ നിയമങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല. 2005-ലാണ് ഇത് വരുന്നത്. അതിനുള്ള തയ്യാറെടുപ്പ് പക്ഷേ അതിന് മുമ്പേ നടന്നിട്ടുണ്ടാവാം. അങ്ങനെയാണ് ഈ വ്യക്തിയെ നിഷ്കരുണം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ദാരുണമായി കൊല്ലപ്പെടുകയുണ്ടായിരുന്നു. അതിന് കാരണമൊക്കെ വളരെ വ്യക്തമാണ്. അതിനുശേഷം IIT ഖരഗ്പൂർ ഇദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോഴും ആ അവാർഡ് നഷ്ടപ്പെടുന്നുണ്ട്. ഏറ്റവും മികച്ച പൊതു ഉദ്യോഗസ്ഥൻ നടക്കുന്ന ഒരു അവാർഡ് ഇദ്ദേഹത്തിന്റെ പേരിൽ കൊടുക്കുന്നുണ്ട്. ആ അവാർഡ് ഒരു പ്രമുഖനായ കേരളീയനും കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഞാൻ പറയാൻ ആർക്കണം. അപ്പം ആ നിയമം ഇന്ത്യയിൽ വന്നത് പിന്നീടാണ്. 2011-ലാണ് പിന്നെ ഈ ഒരു വിഷയം എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതിനകത്ത് ഗവൺമെന്റ് തീവ്രമായിട്ട് ആലോചിക്കുകയും അങ്ങനെയാണ് വിസിൽ ബ്ലോവേഴ്സ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഇന്ത്യയിൽ 2011 പിന്നീട് 2014 അത് പുനർനാമകരണം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അത് അങ്ങനെയാണ് പത്രപ്രവർത്തകർക്ക് അവർക്ക് അവരുടെ റിപ്പോർട്ടുകൾ ഇത്തരത്തിലുള്ള അഴിമതികളെ പുറത്തു കാണിക്കാൻ അവർക്ക് കിട്ടുകയും അങ്ങനെയാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ അഴിമതി ഒരു പത്രപ്രവർത്തകൻ പുറത്തു കൊണ്ടുവരികയും ചെയ്തത്. ഈ നമ്മുടെ സഹാറ പരിവാർ സുബ്രതോ റോയ് എന്ന് കേട്ടിട്ടുണ്ടാവും. അതൊരു പത്രപ്രവർത്തകനാണ് പുറത്തേക്ക് കൊണ്ടുവരിക. അദ്ദേഹത്തിന് ജയിലിലായിരിക്കും. പിന്നീട് അദ്ദേഹം ജയിലിൽ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, മരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വലിയൊരു ചരിത്രം നമ്മുടെ ഈ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുള്ള ഇന്ത്യയിൽ സ്വതന്ത്ര ഭാരതത്തിൽ ഭരണഘടന നിലവിൽ വന്നിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അതിൽ ഞാൻ പറയാതെ വിട്ടുപോയിട്ടുള്ളത്, ഈ സത്യേന്ദ്ര ദുബെയെ ഇന്ത്യയിൽ കേരളീയ ഒരു വലിയ പ്രമുഖനായിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥനെ ഈ 2-3 വർഷം മുമ്പ് ആദരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് രാജു നാരായണ സ്വാമി. അദ്ദേഹം എല്ലാത്തിലും IIT മുതൽ എല്ലാത്തിലും ഫസ്റ്റ് SSLC മുതൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് അത് പിന്നീട് ഈ സത്യേന്ദ്ര ദുബെയുടെ പേരിലുള്ള അവാർഡ് കൊടുക്കപ്പെട്ടിട്ടുള്ള ഏക കേരളീയൻ. ഇപ്പൊ നമുക്കറിയാം, ഗവേണൻസ് ഇന്ന് വളരെയധികം മാറിയിട്ടുണ്ട്. ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ തന്നെ എംബഡഡ് ആയിട്ടുള്ള ഒന്നായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ഈ അടുത്ത കാലത്ത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒന്നായിരിക്കും, ഈ അമേരിക്കൻ ഇലക്ഷൻ കഴിയുകയും ട്രംപ് അധികാരത്തിലേക്ക് അതിന്റെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ അല്ലെങ്കിൽ അഡ്വൈസർമാരിൽ ഒക്കെ ആരെല്ലാം ഇരിക്കണം എന്നുള്ള അപ്പോയിന്റ്മെന്റ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നമ്മുടെ ഒരു ഇന്ത്യക്കാരനെയും ഇലോൺ മസ്കിനെയും അദ്ദേഹം അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ മിനിസ്റ്റർ ഡിപ്പാർട്ട്മെന്റിനെ രൂപീകരിക്കും. എഫിഷ്യൻസി ഇൻ ഗവേണൻസ് എന്നാണ് ഗവൺമെന്റ് എന്നുള്ള.
ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഫിഷ്യൻസി ഇൻ ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇലോൺ മസ്ക് ആണ് ഇത്തരത്തിലുള്ള ഒരു മിനിസ്ട്രി അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന് നേതൃത്വം നൽകുന്നത്. ഒരു ഇന്ത്യക്കാരൻ വിവേക് രാമസ്വാമി എന്ന് പറയുന്ന ഈ രണ്ടു പേരുമാണ് ഇനി ഈ ഗവേണൻസിന്റെ അല്ലെങ്കിൽ ട്രാൻസ്പെറൻസിയുടെ. അപ്പൊ ഇൻഫർമേഷൻ ഇനി നിങ്ങളുടെ ട്രാൻസ്പെറൻസി, ഫെയർനെസ്, അക്കൗണ്ടബിലിറ്റി ഒക്കെ അത് സിസ്റ്റത്തിൽ തന്നെ എംബഡഡ് ആയി മാറുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് ഇനി നമ്മൾ ഒരു 2-3 അല്ലെങ്കിൽ ഏറെക്കുറെ ഒരു 10 വർഷത്തിനകം അത് പൂർണ്ണമായും വിവരങ്ങൾ തന്നെ അവിടെ നിന്ന് തന്നെ ലഭിക്കുന്ന തരത്തിലേക്ക് ഗവർണൻസ് മുഴുവൻ മാറുന്ന ഒരു രീതിയിലേക്കാണ് ഇനി കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു വലിയൊരു മാറ്റം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിനെ പറഞ്ഞു, ഞാൻ 5 മിനിറ്റ് സംസാരിക്കുള്ളൂ. അത് എനിക്കൊന്നും ഏറെക്കുറെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിവരാവകാശത്തിന്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഒരു തരം കാര്യങ്ങളിലേക്കും ഞാൻ ടച്ച് ചെയ്യുന്നില്ല. കാരണം അത് ഇവിടെ പറയാൻ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഏതായാലും ഇന്ന് തിരഞ്ഞെടുത്തൊരു ദിവസവും അത് ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സർവകലാശാല എന്ന നിലയിൽ ധാരാളം കോളേജുകൾ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ധാരാളം ഉദ്യോഗസ്ഥരും ജീവനക്കാരും അതുപോലെ വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന വലിയൊരു സർവകലാശാലയിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെ കൊണ്ട് തന്നെ വരികയും അത് വളരെ ഗഹനമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയും തീർച്ചയായിട്ടും അത് ഒരു സംവിധാനത്തിൻ്റെ അതിൽ സുതാര്യത ഉറപ്പുവരുത്തേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. അതിൻ്റെ സുതാര്യതയും അതിലെ വിവരങ്ങൾ തന്നെ ഒന്നും മൂടി വെക്കുന്നില്ല. അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഇവിടെ നിന്ന് നോക്കിയാൽ അപ്പുറത്ത് കാണുന്ന തരത്തിലായിരിക്കണം ഏതൊരു സ്ഥാപനവും വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനത്തിൽ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ഒരുപക്ഷെ അതിലുള്ള ഒരു പ്രയാണത്തിലാണ്. ആ ഒരു രീതിയിലേക്കാണ് നമ്മളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ് 2014 മുതൽ നമുക്ക് IT ഇന്റർവെൻഷൻ ഇവിടെ നമ്മുടെ ഫയലിംഗ് സിസ്റ്റം ഒക്കെ തന്നെ പേപ്പർലെസ് ആക്കി മാറ്റിയിട്ടുണ്ട്. DDFS എന്ന് പറയുന്നതാണ്. അതിപ്പോൾ ഈ ഓഫീസിലേക്കും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഒട്ടാകെ എല്ലാ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ഇതുപോലുള്ള സ്ഥാപനങ്ങളിലായാലും ഈ ഓഫീസ് മുഖേനയായിരിക്കും കാര്യങ്ങൾ നടത്തിക്കൊണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സുതാര്യത ഒരു വലിയ തട്ടിലേക്ക് ഇനി അതിനെ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും ഇതിലുള്ള പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ CH ചെയറിന് ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ചെയറുകൾ ഇവിടെ നമ്മൾ ചിലപ്പം ചെയറുകളും നമ്മളൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഒരു ചെറിയൊരു കലഹങ്ങളൊക്കെ ഉണ്ടാകും, പല കോൺഫ്ലിക്റ്റുകൾ വരാറുണ്ട്. അത് ഒരു തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ പലപ്പോഴും നല്ല രീതിയിലാണ് യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് ചില നിയന്ത്രണങ്ങളൊക്കെ ചില ഭാഗത്തുകൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെ നല്ലതിനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതിൽ വളരെ എടുത്തു കാണിക്കുന്ന ഒന്നാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചടങ്ങ്. ഏതായാലും അതിന് ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് അബ്ദുൽ ഹക്കീം സാറിനെ പോലുള്ള ആള് നേരത്തെ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, വരികയും ഇവിടെ നമ്മുടെ ഉദ്യോഗസ്ഥരും അല്ലാത്ത ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുന്നതും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്തായാലും എല്ലാ ഭാവങ്ങളും നേരുന്നു.